കോഹ്ലി സച്ചിൻ്റെ ഓരോരോ റെക്കോർഡുകളായിട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ ഫ്രസ്ട്രേഷൻ അടിച്ച് സച്ചിൻ ഫാൻസ് പറഞ്ഞു നടത്തി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് സച്ചിൻ കളിച്ചത് മുഴുവൻ തീയുണ്ട ബോളേഴ്സിനായിരുന്നു എന്നുള്ളത്. അങ്ങനെ പിന്നീട് അത് സച്ചിനെതിരെയുള്ള ഒരു കളിയാക്കൽ തന്നെ മാറി. സച്ചിൻ കളിച്ചിരുന്ന മുഴുവൻ തീയുണ്ട ബോളേഴ്സിനെതിരെയാണ്, കോഹ്ലി കളിച്ച നോർമൽ ബോളേഴ്സിനെതിരെയാണ്. അന്നത്തെ കണ്ടീഷൻസ് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. പക്ഷേ വേറൊരു പ്ലെയർ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഏത് സ്പോർട്ടിലായാലും ഒരു പ്ലെയർ ലെജൻഡറി റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ അതും ബാക്കി വരും കാലത്ത് അത് ബ്രേക്ക് ചെയ്യപ്പെടും. നിലവിൽ സച്ചിൻ്റെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഒരു റെക്കോർഡിന് ഒരു വൻ ഭീഷണി ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് കല്ല് തന്നെയായിരിക്കും. മറ്റാരുമല്ല, ജോ റൂട്ട് തന്നെ. ഒരു ICC ഡെക്കേഡ് ലെവലിൽ പോലെ ഇടം പിടിക്കാതെ ജോ റൂട്ട് ഇന്ന് സച്ചിന് മുന്നിൽ 2ാം സ്ഥാനത്തായിട്ട് ഓൾ ടൈം റൺ സ്കോറായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതേ റൂട്ടിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സാക്ഷാൽ കെവിൻ പീറ്റേഴ്സണാണ്. അതായത് സ്വന്തം രാജ്യത്തെ തൻ്റെ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയർക്കെതിരെയാണ്, ഒരു ഫോർമർ പ്ലെയർ ആയിട്ടുള്ള പീറ്റേഴ്സൺ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ടെർണയും മഗ്രാത്തിനെയും പോലത്തെ ബോളേഴ്സിനെതിരെ കളിച്ചിട്ടല്ല റൂട്ട് ഈ നേട്ടത്തിലെത്തിയത്. അതായത് റൂട്ട് കളിച്ചത് മുഴുവൻ വില കുറഞ്ഞ ബോളേഴ്സിനെതിരെയാണ്. അത്ര ലെജൻഡറി ബോളേഴ്സിനെതിരെ കളിച്ച് തൊട്ടാണ് സച്ചിനായാലും അല്ലെങ്കിൽ തങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആ റെക്കോർഡിലോട്ട് എത്തിയത്. റൂട്ടിൻ്റെ ഒരു റൺസിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അച്ചീവ്മെൻറ്റ്സിന് വില കുറച്ച് കാണുന്ന രീതിയിലുള്ള ഒരു പരാമർശം പീറ്റേഴ്സ് നടത്തിയായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. കാരണം ഓരോ എറയിലും അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ഈസിനെസ് ഉണ്ടാവും. അത് എല്ലാ സ്പോർട്സിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് അങ്ങനെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. എന്തായാലും റൂട്ട് ഈ ഒരു ഫോമിൽ തന്നെ മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും സച്ചിൻ്റെ ടെസ്റ്റ് റൺസ് അത് ബ്രേക്ക് ചെയ്യും. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും സച്ചിൻ ഉണ്ടാക്കി വെച്ച ലെഗസിയോ ആ ഒരു പേരിനോ ഒന്നും യാതൊരു കോട്ടവും തട്ടാൻ പോകില്ല. കാരണം സച്ചിൻ എടുത്ത റൺസിൻ്റെ പേരിൽ മാത്രമല്ല സച്ചിൻ ഒരു ഓൾ ടൈം ഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുണ്ടാക്കി ഇമ്പാക്റ്റ് അത്രത്തോളം വലുതാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതിനൊന്നും യാതൊരു കോട്ടവും തട്ടാൻ പോകില്ല. പിന്നെ സച്ചിൻ്റെ ആ ഒരു റെക്കോർഡ് റൂട്ട് ബ്രേക്ക് ചെയ്യുന്നതിൽ ആർക്കും അങ്ങനെ പ്രശ്നം വരേണ്ട ആവശ്യമില്ല. എന്തായാലും റൂട്ടിൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ് അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ എക്കാലത്തും കിടക്കും.